ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പതുക്കെ നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കടവന്തരയിലേക്ക് പോകുന്നത്. അപ്പൊ ചേച്ചി കാലത്ത് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. ഗ്യാസ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ ദാ ഇവിടെ ഹാജരായിട്ടുണ്ട് കേട്ടോ. വെളുത്ത ആ ഒല്ലൂരിന്റെ പ്രഭാതത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. സ്നേഹപൂർവ്വം ശ്രീയാണ് കേട്ടോ. ഈ അടുത്ത് തുടങ്ങിയ ശീലാണ് കേട്ടോ. ശനി ഞായർ ദിവസങ്ങളിൽ ചേച്ചിയമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാന്നുള്ളത്. അതാവുമ്പോൾ ശ്രീകുട്ടനെ ഇവിടെ ആക്കിയിട്ട് എനിക്ക് മനസ്സമാധാനത്തോടെ ക്ലാസ്സിൽ പോകാലോ. അങ്ങനെ കാലത്ത് എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിച്ച് ചേച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ടായ വെള്ളയപ്പവും മുട്ടക്കറിയും കൊണ്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്ക് തന്നെ ഉണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ചേച്ചി അമ്മയ്ക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മൾ ആ പഴയ കുട്ടിക്കാലല്ലേ, കുഞ്ഞു കുട്ടി അനിയത്തി കുട്ടി ആ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് താന്ന് നിന്ന് കൊടുത്താൽ മതി. എല്ലാം റെഡിയാക്കി കയ്യിൽ കിട്ടുന്നു. ഞാനങ്ങനെ റെഡി ആയിട്ടാ. ഇത് അമ്മയ്ക്ക് എടുത്തു കൊടുത്ത ഡ്രസ്സാണ്, നമ്മുടെ ഓൺലൈനിൽ നിന്ന്. പക്ഷെ ചേച്ചി ഇച്ചിരി അടിച്ച് എനിക്ക് റെഡിയാക്കി തന്നു. എന്നാലും നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നതാണ്. പിന്നില്ല ശ്രീകൂട അടുക്കളയിൽ ഭയങ്കര പണിയില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 7 പിന്നല്ലേ പോയില്ല, ആ ട്രെയിനിൽ തന്നെ പോകണം. പോവായി ഞാൻ അങ്ങോട്ടാട്ടാ. മുട്ടക്കറി ആക്കി തന്നിട്ട് ചേച്ചി ഇവിടെ നമുക്ക് കഴിക്കും. ഇത്ര തരാം കേട്ടോ. ഇത് ഞങ്ങള് ഇന്നലെ വന്നിരുന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് നാട്ടുകാര് ചീത്ത പറയുന്ന ഇപ്പോഴാണ് ഞങ്ങള് പോയേ. അല്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ടാവും. ഞാൻ കിടന്നത് ഉറങ്ങിന്നേ. പിന്നെ ഞാൻ 12 മണിയെ പറ്റിട്ട് ഉറങ്ങില്ല. അതുകൊണ്ട് അമ്മമാരില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കള് ചെറിയൊരു ഇളതരം കാണിക്കുമല്ലോ. അങ്ങനെയുള്ള ഇളതരം ചേച്ചിമാരുടെ അടുത്തും അമ്മയുടെ അടുത്തും ശ്രീകുട്ടന് നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ കളിയാക്കിയിട്ട് പോണതാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്നാലും അച്ഛൻ കൊണ്ടാക്കി തന്നു കേട്ടോ. ഒരുപാട് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി കുറച്ചു നേരം തന്നെയുള്ള നമ്മുടെ ലോകത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ഇനി കുറച്ചു നേരം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന്. ഇവിടുന്ന് കടവന്തരയ്ക്ക് എത്താനായിട്ട് ഒരു 9:45 ഞാൻ എത്തും. നമുക്കിവിടെ ഒല്ലൂരിന്ന് ഒരു 7:30ക്കാണ് ട്രെയിൻ ഉള്ളത്. അടിപൊളിയായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുറെ ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭർത്താവും മക്കളില്ലാതെ നമുക്ക് എന്താ ആഘോഷം എന്ന്. അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പുറത്തിറങ്ങി നോക്കണം, അതിന്റെ ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ. ചിലപ്പോൾ എല്ലാവരും അത് ജീവിതത്തിൽ ആഗ്രഹിച്ചു എന്ന് വരില്ല, പക്ഷെ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു വല്ലാത്ത മൊമെന്റും ഒരു സ്വപ്നതുല്യമായ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനും, അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പിലുള്ള ആൾക്കാരോടാണ് വർത്താനം പറയേണ്ടതെന്ന് അറിയാനും ഒരു ഫ്രീഡം നമ്മൾ അനുഭവിക്കില്ലേ. അത് ചിലപ്പോൾ ഒക്കെ നമ്മൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് ജീവിതങ്ങളുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് തോന്നാറുണ്ട്. കാരണം ഒരുപാട് സമയം നമുക്ക് ട്രെയിനിൽ കിട്ടുന്ന കാരണം കൊണ്ടേ ഒരുപാട് മുഖങ്ങൾ നമ്മൾ പരിചയപ്പെടും. ഒരുപാട് ജീവിത കഥകളിലൂടെ നമ്മൾ കടന്നു പോകും. പലപ്പോഴും എനിക്ക് വീഡിയോ എടുത്തു തരുന്നതൊക്കെ നിങ്ങൾ വഴിയിൽ കാണുന്ന ഓരോ എൻ്റെ ഫാമിലിയിലത്തെ മെമ്പേഴ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ബി ഹാപ്പിയിലത്തെ മെമ്പേഴ്സ് ആണ് ചില വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്തു തരുന്നത് കേട്ടോ. കാരണം ആ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ മിക്കതും നമ്മൾ നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. അങ്ങനെ ആലുവ പാലത്തുമ്മ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം കാഴ്ചകളും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു യാത്രയാണ് വീക്കെൻഡ് എന്ന് പറയുന്നത്. ചേച്ചിമാ ഉണ്ടാക്കി തന്നിട്ടുണ്ടായ നമ്മുടെ വെള്ളയപ്പവും അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി നമ്മൾക്ക് ഇവിടുന്ന് 2-3 സ്റ്റുഡൻസ്, അതായത് ഞാൻ കയറുന്നേക്കാളും മുന്നിലത്തെ സ്റ്റോപ്പിൽ നിന്ന് 2-3 എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. എന്ത് കോഴ്സാണ് ശ്രീ, എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അവരൊക്കെയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത് കേട്ടോ. അതും ചോദിച്ചായിരുന്നു കുറേ പേര്. നമ്മൾ ഒരേ ട്രെയിനിലൊക്കെയാണ് പോക്കും വരവും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവര് പലരും പുറത്തുള്ളവരാ, ഗൾഫിലൊക്കെ ഉള്ളവരാ. അവർ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ നിന്ന് ലീവൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഗ്രാഫിയുടെ കോഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വ്ളോഗിൽ എപ്പോഴെങ്കിലും പറയാം. കാരണം എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെർമിഷൻ ഇല്ല അത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ സമൃദ്ധി എന്നാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. കടവന്തറ തൊട്ടടുത്ത് സമൃദ്ധി ഉണ്ടല്ലോ. ഇപ്രാവശ്യം നമ്മൾ പാഴ്സൽ മേടിക്കുകയല്ല ചെയ്ത, അവിടെ ഇരുന്ന് കഴിക്കുക ചെയ്ത കേട്ടോ. ഞങ്ങളൊരു 3-4-5 പേരുണ്ടായിരുന്നു. സ്ഥലം കിട്ടുമ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ ഇവിടേക്ക് സ്ഥലം കിട്ടുക. നല്ല തിരക്കായിരിക്കും അവിടെ. നമ്മൾ സാധാരണ ഊണാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വെറുതെ ഊണിന് സ്പെഷ്യലി ഇല്ലാത്ത ഊണിന് വെറും 20 രൂപയുള്ളൂ. ഇതിപ്പോ സ്പെഷ്യൽ ഉണ്ട്. മീൻകറി ഉണ്ടായിരുന്നു. മീൻകറി ഇല്ലെങ്കിലും ഞാൻ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയോ അവരും മേടിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ച് നമ്മൾ വീണ്ടും പോസ്റ്റായി ആ ആഴ്ചയിലും. കാരണം അന്നും മെട്രോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കാനായിട്ടും കുറിക്കാനായിട്ടും മേടിച്ച് നമ്മൾ അങ്ങനെ 5:40 ഒരു മെട്രോ ഉണ്ട്, അതിൽ കയറി ഇരിക്കുകയും ചെയ്തത് കേട്ടാ.
ഇന്നും മെനു ഉച്ചയ്ക്കുള്ള മെനു ക്യാൻസലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് ഇതുപോലെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലാക്കി കുറച്ചും വീട്ടിൽ ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഇന്നെത്തുമ്പോഴാണ് പോയി ഞാൻ മെട്രോ എന്നൊക്കെ പറയണ്ടല്ലേ തെറ്റി അങ്ങനെ നമുക്കൊരു കാപ്പിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ കാപ്പി കുടിക്കുന്ന ആളാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മധുരം ഒഴിവാക്കിയിട്ടാണ് കുടിക്കണം. പക്ഷെ ഇപ്പം ട്രെയിനിലൊക്കെ കയറിയിട്ട് മധുരമൊക്കെ ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. നമ്മളിങ്ങനെ വീണോണം വിഷ്ണുലോകാക്കണ ആൾക്കാരാണ്. ഏതൊക്കെ രീതിയിൽ ഫ്ലെക്സിബിൾ ആവാൻ പറ്റും അങ്ങനെയൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വേണം ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ ആഴ്ചയിലത്തെ കടവന്ത്രയിലത്തെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് പതുക്കെ മടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ട്രെയിനിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ നമ്മുടെ ബി ഹാപ്പി ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ട്, ചിലപ്പോൾ ഞാൻ ചിലർക്ക് മാസ്കും ഈ കണ്ണാടി വെക്കുന്ന കാരണം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. എന്തെങ്കിലും കഴിക്കുന്ന നേരത്തൊക്കെ ഊരുമ്പോഴാണ് അവർ എൻ്റെ അടുത്ത് ശ്രീ അല്ലേ എന്ന് വന്ന് ചോദിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ഓടി വന്ന് ചോദിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്ര നാളും കാണാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ എന്താ പറയുക സ്ക്രീനിലൂടെ മാത്രം കണ്ടു മറന്ന മുഖങ്ങൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ മുഖത്തിൽ ഉണ്ടാവുമല്ലോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണെന്ന്. അങ്ങനെ നമ്മൾ കുറേ ദൂരത്തെ യാത്രകൾക്ക് ശേഷം പതുക്കെ നമ്മൾ ഒല്ലൂർ എത്തുക കേട്ടോ. ഇന്ന് നമ്മൾ ഒല്ലൂരിൽ നിന്ന് തിരിച്ച് വല്ലൂർക്ക് പോവും. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് യാത്രകൾ ഇത്രയും വലിയൊരു ഹീലിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ യാത്രകളിലൂടെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും ഇങ്ങനെ ഒരേപോലത്തെ ലൈഫല്ലേ ലീഡ് ചെയ്തുകൊണ്ടിരിക്കണേ. കാലത്ത് എണീക്കണു, ഭക്ഷണം ഉണ്ടാക്കണു, ഞാനാണെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നു. നിങ്ങളിങ്ങനെ കണ്ട കാഴ്ചകൾ തന്നെയല്ലേ എൻ്റെ ചാനലിലൂടെ കാണുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാഴ്ചകൾ, കുറേ പണിയെടുക്കുന്ന കാഴ്ചകൾ അതും ഇതൊക്കെ ആയിട്ടല്ലേ കാണുന്നത്. എനിക്കും നിങ്ങളെ കണ്ട കാഴ്ചകൾ കാണിച്ചെന്ന് മടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വേണമല്ലോ, എന്തെങ്കിലും മാറ്റി കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന്. അങ്ങനെ എടുത്ത തീരുമാനമാണ് കേട്ടോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ പിന്നെ ശ്രീകുട്ടനും ശ്രീഹരിയും ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാലത്ത് വാണിംഗ് കൊടുത്തു പോയില്ലേ ഫോൺ കാണരുതെന്ന്. പക്ഷെ ഇവരിരുന്ന് ഫോൺ കാണായിരുന്നു. പിന്നെ കുറച്ചു നേരം പഠിച്ചു എന്നൊക്കെ പറഞ്ഞു ചേച്ചിയമ്മ കേട്ടോ. ചേച്ചിയമ്മേടെ അടുത്ത് പിന്നെ ഇവൻ കുറച്ചും കൂടെ ആളൊന്ന് ഒതുങ്ങി കൂടുന്ന ടൈപ്പാണ്. ഞാൻ ആരാണ്ട് പറഞ്ഞായിരുന്നു പുളിങ്കുരു ഒക്കെ വറുത്ത് തിന്നോന്ന് ചോദിക്കണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് പുളിങ്കുരു വറുത്ത് കഴിക്കും കേട്ടോ. അതായത് പുളിയുടെ ഉള്ളിലത്തെ കുരു കാണിച്ചു കൊടുത്താൽ കുതിർത്തി ഇടിച്ച് ശർക്കര നാളേരം കൂട്ടി ഇടിച്ച് അരിയുണ്ട പോലെ ഉണ്ടയാക്കിട്ട് കഴിക്കും. ഇല്ലുണ്ണിയെ മെനക്കെടൊന്നുമില്ല. അത് കുത്തി ഇത് ഒറിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കഴിഞ്ഞിട്ട് തൊണ്ടൊക്കെ പോവും. പൊട്ടിച്ചത് കാണിച്ചു പറഞ്ഞു. പക്ഷെ വായലിട്ട് ഞാൻ പണ്ട് സ്കൂളിൽ നമ്മുടെ സ്കൂളിലൊക്കെ കാണാത്തൊരു വളരെ കുറവല്ലേ. അല്ല നമ്മുടെ ഇവിടെ ഉണ്ടാവല്ലോ. അല്ല ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ. ഏത് പൊളിക്കുമ്പോ എന്തൊരു കുഞ്ഞിതാ ഞാനൊക്കെ ഇവിടെ വെച്ചിട്ട് പേടിച്ചിട്ട് കടിക്കാൻ പേടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കുതരും. വൈകുന്നേരം വായി കടിക്കുമ്പോ വേഗം കിട്ടും. ഞാൻ കൊറേ നിന്നിട്ടില്ല. പേടിയത് ഞാൻ വായ കൂട്ടി കടിക്കാൻ ചുണ്ടിന്റെ ഇവിടുത്തെ കുഞ്ഞൻ പോയിട്ടാ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട്. കുഞ്ഞൻ കൊണ്ടുപോയിട്ടാ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നേരെ അപ്പോഴേക്കും അമ്മ ഊണ് കഴിക്കമ്മ. എന്നിട്ടാ സ്പെഷ്യല് ചിക്കനൊക്കെ ഉണ്ട്. ഞാനൊന്നും എടുത്തില്ല. മീൻ വറുത്തത്, പരിപ്പ് കൂത്തി കച്ചിത്, പിന്നെ വാഴക്കല്ലിയും മുതിരയും വിശക്കുണ്ട്. പിന്നെ ചോറിന ഈ നേരത്തൊന്നും മാറില്ല. മോനും കഴിച്ചു വേണമെങ്കിൽ നമ്മളങ്ങനെ വീട്ടിലെത്തി. ഞാനൊരു ഉണ്ണിയപ്പം
ഭയങ്കര ഇങ്ങനെ തലയോട്ടി സ്കാൽപ്പ് ഡ്രൈ സ്കാൽപ്പായിട്ട് ചൊറിയുന്നു. അപ്പോൾ ഭാഗ്യം അരമണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ചേച്ചി മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. മസാജിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വല്ലൂർക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ്. ഭാഗ്യനെ കാത്തിരിക്കാൻ ശ്രീകുട്ടൻ്റെ ഏട്ടായി അകത്തിരുന്ന് ടി വി കാണുന്നുണ്ട്. അമ്മയും ചേച്ചി ഞാനിവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അച്ഛൻ അവിടെ ഇരുന്നു. അച്ഛൻ അവിടെ ചേട്ടന്മാരെടുത്ത് വർത്താനം പറയുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ. നമുക്ക് വല്ലൂരെത്തിയിട്ട് കാണാം. വല്ലൂരെത്തിയിട്ടാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ശ്രീകുട്ടനായിട്ട് ഹൈലൈറ്റ് മാളിൽ പോവാണ് കേട്ടോ. ശ്രീകുട്ടനായിട്ടൊരു കറക്കാവാന്ന് വിചാരിച്ചു ഇന്ന്. ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ, അമ്മയും മോനും. ദൈവം ആൾക്ക് ഞങ്ങള് ബൈക്ക് എടുത്തിട്ട് നമ്മുടെ മരോട്ടിച്ചാല് വരെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ വരാമെന്നാണ് പ്രതീക്ഷിച്ചത്. ബസ്സിൽ വരാമെന്നാണ് പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ പോവാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതൊരു ട്രൈ മുട്ടയായിട്ട് വന്നിട്ട് അകത്തേക്കൊക്കെ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ, അതായത് മക്കളും അതുപോലെ തന്നെ ഭർത്താവും ഇല്ലാണ്ട് എന്താഘോഷം എന്ന ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ നമുക്ക് അവരോടുള്ള യാത്രകളും ഭയങ്കര പ്രിയപ്പെട്ടതും വേണ്ടപ്പെട്ടതും ഒക്കെയാണ്. പക്ഷെ ഒരു മീൻ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ കൂടെയുള്ള യാത്രകൾ ഭയങ്കര സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇന്ന് കുറച്ച് സമയം സ്പെഷ്യലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടന് കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ആനിവേഴ്സറിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് അവൻ പ്രത്യേകിച്ച് ഒരു വിഷയത്തിലും പങ്കെടുക്കാത്ത കാരണം കൊണ്ടും വീട്ടിലുണ്ടായിരുന്നു 2 ദിവസം കേട്ടോ ആള്. അപ്പൊ നമ്മൾ ആളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഹൈലൈറ്റ് മാളിൽ പോകും, അല്ലെങ്കിൽ ഒന്ന് തൃശ്ശൂർ റൗണ്ട് വരെ പോകും. അതൊക്കെ തന്നെയാണ് നമ്മുടെ കറക്കം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അവിടേക്ക് വരുന്ന വേറൊരു സ്കൂൾ വണ്ടിയാണ് കേട്ടോ. അത് കസിനാണ്. നമ്മുടെ ഗുരുദേവ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അതിലേക്ക് വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ ആ വണ്ടിയൊക്കെ കണ്ട് പതുക്കെ നമ്മൾ വല്ലൂർ നാടിനോട് കുറച്ചു നേരം വിട പറഞ്ഞ് നമ്മളിനി തൃശ്ശൂരിലേക്ക് ചേക്കാറാൻ പോവാണ്. തൃശ്ശൂർ വരെ എത്തേണ്ട, നമുക്ക് ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയാൽ മതി. അവിടെ മുകളിലത്തെ ഭാഗത്തുള്ള ആ ഒരു ഫുഡ് കഫേന്ന് എന്തെങ്കിലും ഒരു ഫുഡ് ശ്രീകുട്ടന് മേടിച്ചു കൊടുക്കുക. പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന പോലെ ആ കാട്ടുവണ്ടി ഉണ്ടല്ലോ, അതും തള്ളി ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അമ്മയും മോനും നടക്കുക. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് റിഫ്രഷ് ആവാനായിട്ട് അത്രയ്ക്കൊക്കെ സമയം മതിയാവും കേട്ടോ. ഇതാണ് നമ്മുടെ ചെമ്പലങ്കാട് അമ്പലം എന്ന് പറയുന്നത്. അവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ കൃഷ്ണന്റെ കട കാണാം. അവിടെ എത്തിയപ്പോ ശ്രീകുട്ടന് ബോബ ടീ വേണമെന്ന്, ബോബ ടീയോ അങ്ങനെ എന്തോ ബബിൾ ടീയോ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞു. ബോബ ടീ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ ബബിൾ ടീ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊരെണ്ണം മേടിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിള്ളേരെ എത്ര പെട്ടെന്ന് വലുതാവണല്ലേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രീകുട്ടനെ കാണുമ്പോഴാണ് ഞാൻ ചിന്തിക്കാറുള്ളത്, ശ്രീകുട്ടൻ എത്രമാത്രം വലുതായെന്ന്. എന്നേക്കാളും വലുതായിട്ട് അവൻ എൻ്റെ അത്രയ്ക്ക് ഹൈറ്റ് ആവാറായിട്ടുണ്ട്. പലപ്പോഴും ശ്രീകുട്ടനെ എന്നെ ഒരുമിച്ച് കാണുമ്പോൾ ആൾക്കാർ ഞെട്ടും, അയ്യോ ശ്രീകുട്ടൻ ശ്രീയുടെ അത്രയായോ എന്ന് ചോദിച്ചിട്ട്. കാരണം അവനെ വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങിയതല്ലേ നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ ശ്രീകുട്ടനെ 3-3.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ ശ്രീകുട്ടനെ കണ്ടു തുടങ്ങിയതാന്ന് തോന്നുന്നു നിങ്ങൾ. അപ്പൊ ഇപ്പൊ ഇത്രയും വലുതായില്ലേ. അപ്പൊ കാണുമ്പോ അവൻ വലുതാവുന്നത് നിങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണത് അയ്യോ ശ്രീകുട്ടൻ അത്ര വലുതായല്ലോ എന്ന്. പഴയ വീഡിയോ കാണുമ്പോഴും ഞാൻ അങ്ങനെ കൊറിലേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബബിൾ ടീ ഒക്കെ നല്ല ആസ്വദിച്ച് കുടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് ലുലു ഡെയിലിയിലേക്കാണ്. ഹൈലൈറ്റ് മാളിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ലുലു ഡെയിലി തന്നെയാണ് കേട്ടോ. അല്ലാത്തത് നിറച്ച് ഈ ഡ്രസ്സുകളാണ്. നമുക്ക് പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ വലിയ ക്രേസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ എടുക്കാറുണ്ട്. എന്നാലും ശ്രീകുട്ടനൊക്കെ എപ്പോഴും നമ്മൾ മാക്സിന്ന് തന്നെയാണ് കൂടുതൽ എടുക്കുക. കാരണം അവൻ വലുതായി വരുന്ന കാരണം കൊണ്ട് എപ്പോഴും ചേച്ചി അമ്മേനോട് പറയാറുണ്ട്, നീ വില കുറവിന്റെ എടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ ബനിയൻസും ടീഷർട്ട്സും ഒക്കെ തന്നെയാണ് എടുക്കുക. പിന്നെ ലുലു ഡെയിലിയിൽ നമ്മൾ മെയിൻ ആയിട്ട് പോകുന്ന കാര്യം, സ്കൂൾ തുറക്കുമ്പോൾ അവന് ധാരാളം ഈ സ്നാക്സ് ഐറ്റംസ് വേണം. അപ്പൊ ഞാൻ സ്നാക്സ് കൊടുക്കുമ്പോൾ എപ്പോഴും അവന് ഇഷ്ടമുള്ളതാണ് സ്നാക്സ് കൊടുക്കുക. ഉച്ചയ്ക്കുള്ള ലഞ്ച് എപ്പോഴും ഹെൽത്തി ആക്കാറുണ്ടെന്നുണ്ടെങ്കിൽ സ്നാക്സ് നമ്മൾ ചീറ്റിംഗ് ആയിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്ലർപ്പിന്റെ മില്ലറ്റ്സ് പരിചയപ്പെടുത്തിയില്ലേ, അതിന്റെ പുതിയൊരു കൗണ്ടർ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഭയങ്കര അഡിക്ഷൻ ആണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടനെ കൊണ്ട് ഞാനിവിടെ കൊണ്ട് ഓടുമായിരുന്നു, ഇനിയിപ്പോൾ മേടിച്ചാലോ എന്ന് പേടിച്ചിട്ട്. പിന്നെ അത്യാവശ്യം നല്ല വിലയുള്ള കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ഞങ്ങൾ പതുക്കെ നമ്മുടെ മീനും അതുപോലെ തന്നെ കൂന്തളൊക്കെ മേടിക്കാനായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഭാഗ്യം നീ വശത്തേക്ക് നോക്കുക വേണ്ട കേട്ടോ, ഭാഗ്യം വരികയില്ല. അങ്ങനെ നമ്മൾ ക്രാബ് കണ്ടു. ശ്രീകുട്ടന്റെ ഫേവറേറ്റ് ആയിട്ടാണ് ക്രാബ് കേട്ടോ. എവിടെ കണ്ടാലും അത് മേടിക്കാൻ പറയും. പക്ഷെ ഭാഗ്യന് ഇതിന്റെ മണം ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് നമ്മൾ മേടിക്കാറില്ല. പക്ഷെ ഇന്ന് അവൻ എന്നെ കൺവിൻസ് ചെയ്തു. അപ്പൊ നമ്മൾ കുറച്ച് ക്രാബും കൂന്തളൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ പേരെന്താ?
രോഷിമ മിനി നല്ല മിനി. ഞങ്ങൾ ലുലുവില് വെച്ച് പരിചയപ്പെട്ടതാണ് എൻ്റെ ചേച്ചിമാർ. വീഡിയോസിൽ കാണാത്തതും എല്ലാവരും പറയാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെറുതാന്ന് പറയുന്നു. ഭയങ്കര ചെറുതാന്ന് പറയുന്നത്. ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ഒരു സമയത്ത്. അതിലൊക്കെ നല്ല പക്വതയുള്ളൊരു പ്രതിഭ. അതെ, ഫേസും ശരീരം ഭയങ്കര മാറ്റം. പറയണ്ട, ആരോടും പറയണ്ട. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ചേച്ചിമാര് കണ്ടപ്പോഴും അതന്നെ പറഞ്ഞ, ശ്രീകുട്ടൻ ശ്രീയേക്കാളും വലുതായില്ലോന്ന്. കാരണം അവരൊക്കെ ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങിയ കാരണം കൊണ്ടേ. അങ്ങനെ നമ്മള് നമ്മുടെ കാർട്ടൂൺ കൊണ്ടുതാ പോകുന്നത് ഭാഗ്യനെ കാണാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം നേരത്തെ ഹൈലൈറ്റ് മാളിന്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച അടിപൊളിയാണ് കേട്ടോ. ആ പ്ലാവും ആ ഒരു ഫ്ലാറ്റും ഒക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭാഗ്യനെ ഇവിടേക്ക് വരും, ഇവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ടാണ് പോവാ. ഭാഗ്യനെ ഇവിടെ കൊണ്ട് ഇറക്കി വിടും നമ്മളെ, പിന്നെ കടയിൽ പോവും. കടയിൽ നിന്ന് പിന്നെ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മളെ പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞ് ഭാഗ്യനെ ഫ്രീ ആക്കി ഞങ്ങൾ കുറച്ച് നേരം ആസ്വദിച്ച് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ട് ആളെന്തായാലും ക്രാബ് കറി ഉണ്ടാക്കി തരണ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ക്രാബ് കറിയുമ്പോൾ കാണാം. ശ്രീകുട്ടനാണ് ഇന്നത്തെ ക്രാബ് കറി, അതായത് ഞണ്ട് കൂട്ടാൻ വെക്കാൻ പോകുന്നത് കേട്ടാ. വീട്ടിലെത്തിയാ പിന്നെ നമ്മൾ ക്രാബ് കറി തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടാ. ഇത്രയും എക്സൈറ്റ്മെന്റിൽ ശ്രീകുട്ടനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ആള് കറി ഉണ്ടാക്കാൻ പോണേ. സാധാരണ ക്രാബ് അല്ല, ഇത് ബ്ലൂ ക്രാബാ. നല്ല മാംസമുള്ള ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ ഞണ്ട് മേടിച്ചപ്പോൾ അതിന്റെ കാലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലൊക്കെ ആ ചേട്ടന്മാര് ശ്രീകുട്ടന്റെ ബാഗിലേക്ക് ഇട്ടു. അങ്ങനെ കുറെ കാലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ അടിപൊളിയായിട്ട് ഞണ്ട് കഴിക്കും കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഞണ്ട് വാങ്ങാറുണ്ടെന്നുണ്ടെങ്കിലും വീടിന്റെ ഉള്ളിലേക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞണ്ട് കഴിക്കാനായിട്ട് അമ്മ പണ്ടെപ്പോഴും ഒരു 5-6 മാസം മുന്നേ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന്റെ മണം ഭാഗ്യന് വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ പൊതുവെ ഇറച്ചി മീനൊക്കെ മേടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ ഭാഗ്യം പറയും ഇതൊക്കെ വൃത്തികെട്ട മണമെന്ന്. അപ്പൊ ഭാഗ്യന്റെ ഇഷ്ടപ്രകാരം നമ്മൾ മേടിക്കാറില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഒരാളുടെ ഇഷ്ടം മാത്രം അംഗീകരിച്ചാൽ പോരല്ലോ. നമ്മുടെ വീട്ടിലും ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരില്ലേ. അങ്ങനെ ശ്രീകുട്ടന്റെ ആഗ്രഹ പൂർത്തീകരണ ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ നിറയെ ഞണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആള് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം അമ്മ, അങ്ങനെ ചെയ്യണം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. ആൾ തന്നെയാണ് എല്ലാ പരിപാടികളും ചെയ്യുന്നത് കേട്ടോ. ഞണ്ടൊക്കെ കട്ട് ചെയ്ത് തന്നത് ആൾ തന്നെയാണ്. ഞാൻ ചെയ്തോ? സവോള ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു തന്നതും, അതുപോലെ തന്നെ നമ്മുടെ തക്കാളി കഷ്ണാക്കിയതും, വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു തന്നതും ഒക്കെ ആളാണ് കേട്ടോ. കൂടുതൽ ആള് ചേച്ചിമാരുടെ അടുത്താണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് അനുവദിക്കാറില്ല, കാരണം നമുക്ക് ഷൂട്ട് ഉണ്ടാവുമല്ലോ. ചേച്ചിമാരുടെ അടുത്തു നിന്നാണ് ആളിതൊക്കെ പഠിക്കുന്നത് കേട്ടോ. ചോപ്പർ ആദ്യം ആള് വലിച്ചപ്പോൾ ശരിയായില്ല, പിന്നെ ഞാൻ വലിച്ചു കൊടുത്തു. പിന്നെ എനിക്കും കുറച്ച് പേടിയുണ്ട്, കാരണം ഈ ചൂട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതായത് നമ്മൾ എന്താ പറയാ, പെട്ടെന്ന് കയ്യെങ്ങാനും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഓട്ടുപാത്രത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട്, അലുമിനിയം പാത്രത്തിനൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളും. അപ്പം നമ്മൾ എന്നാലും ചെയ്യിപ്പിക്കാണ്ടിരിക്കാനും പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ അവരെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കണമല്ലോ. ഇങ്ങനെ ചെയ്താണല്ലോ എല്ലാം പഠിക്കണേ. പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കുഞ്ഞനിപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യൂട്ടോ. ഇന്നത്തെ കാലത്ത് കുക്കിംഗ് ഒന്നും അങ്ങനെ ആധികാരികമായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത്തിരി കൈപ്പുണ്യം കൂടി ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ഒരു ഇന്റലിജൻസും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമുക്ക് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. അപ്പൊ ആ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെറുപ്പത്തിലെ പിള്ളേരെ എങ്ങനെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മുടെ പണികളിൽ. ഏതൊക്കെ പൊടിയാന്നൊന്ന് പറഞ്ഞേ. പറയ്. കുരുമുളക് പൊടി എവിടെ? ചോപ്പ മുളക് പൊടി, സോറി മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ് പൊടി, ഉപ്പ് എവിടെ കടി
കുക്കിനൊരു പൊടി അറിയില്ല. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി. മല്ലിപ്പൊടി ഏതാ മുളക് പൊടി ഏതാന്ന് അറിയാത്ത ആളെയാണ് നമ്മൾ ഇന്ന് ക്രാബ് കറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് സംഭവങ്ങളൊക്കെ ചോപ്പർ കൂട്ടനിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല അതുപോലത്തെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി നന്നായിട്ട് അടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റിച്ച് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രാബ് ഉണ്ടല്ലോ നന്നാക്കി വൃത്തിയാക്കി അവർ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഞണ്ട് കറി റെഡി കേട്ടോ. ചോറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ തന്നെ കഴിക്കാനോ ഒക്കെ അടിപൊളിയാണ്. ഇന്നത്തെ കറി വെച്ച ആള് നമ്മുടെ ശ്രീകുട്ടൻ തന്നെയാണ് കേട്ടോ. എന്നോട് ചെറിയൊരു ഹെൽപ്പ് മാത്രമേ ആള് ചോദിച്ചിട്ടുള്ളൂ. പ്രത്യേകം പറയാനും നിങ്ങളോട് ചോദിക്കാനും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് കറിയെന്ന്. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും കേട്ടോ യമ്മി ആയിട്ട്. ചേച്ചിനെ അയച്ചു കൊടുത്ത പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? എന്ത് രസത്തിലാണല്ലേ അവരവരുടെ ആ ഒരു സന്തോഷം വിളിച്ച് എല്ലാവരെയും അറിയിക്കുന്നത്, അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുന്നത്. അപ്പൊ കുഞ്ഞന് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. അപ്പൊ കുഞ്ഞനെ വിളിച്ച് അറിയിക്കുക, ചേച്ചി ഞാൻ ഇന്ന് കറി വെച്ചു, ക്രാബ് കറി വെച്ചു എന്നൊക്കെ. അത് കാണുമ്പോൾ നമുക്ക് എന്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവണല്ലേ. കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ ശ്രീകുട്ടന്റെ ചെറുപ്പത്തിലത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന പോലെ തന്നെ ഇത് എടുത്ത് കുറെ നാൾ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേറൊരു ഫീൽ ആയിരിക്കും. അങ്ങനെ ശ്രീകുട്ടൻ സ്പെഷ്യൽ ഞണ്ട് കറി തയ്യാറായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടായിരുന്നു നമ്മുടെ മസാലയുടെയൊക്കെ. അമ്മ കറി വെക്കുമ്പോൾ ചിലപ്പോൾ പുളി ഇടാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആ ഞണ്ടിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകുട്ടൻ സ്പെഷ്യൽ ഞണ്ട് കറി. വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു എന്നുണ്ടെങ്കിലും കാലത്തോട്ട് വൈകുന്നേരം വരെ പർച്ചേസിങ്ങും ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവൻ്റെ കൂടെ കുറച്ച് നേരം കുക്ക് ചെയ്തപ്പോൾ ഞാനും കുറച്ച് റിലാക്സ് ആയി, അവനും കുറച്ച് റിലാക്സ് ആയി. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ നല്ല മണം വരുന്നുണ്ടല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മളൊരു കഷ്ണം കൊടുത്തു. ഇത് പിന്നെ കഴിച്ച് ഇതിൻ്റെ നിർവൃതി അടയുക എന്നുള്ളത് ഇത് ഇഷ്ടമുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ്. അതായിരിക്കും ചിലപ്പോൾ ഭാഗ്യന് ഇഷ്ടമില്ലാത്തത്. ഭാഗ്യനൊക്കെ പെട്ടെന്ന് പണി കഴിയുന്ന പരിപാടികളാണ് ഇഷ്ടമുള്ളത് കേട്ടോ. എനിക്ക് അങ്ങനെ ഞണ്ടിനോട് അത്ര വലിയ പ്രിയമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും എനിക്കങ്ങനെ സ്മെല്ലൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കുറേ മാംസമൊക്കെ പൊളിച്ച് അവന് കൊടുത്തു. വൈകുന്നേരം ഞങ്ങൾ കഴിക്കുന്നതിനേക്കാളും മുന്നേ ഒരു പ്ലേറ്റ് ഞണ്ട് അകത്താക്കിയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്, ഞാനും മോനും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ, അയ്യോ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ശ്രീകുട്ടൻ്റെ ഞണ്ട് കറി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനായിട്ട് ശ്രീകുട്ടൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് താഴെ നിങ്ങൾ രേഖപ്പെടുത്തണം. ഞാൻ അവനെ കൊണ്ട് വായിപ്പിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ.